ഇന്ന് ഒരു അപ്പം മുഴുവൻ കഴിച്ചു. ചിരിക്കാനുള്ള ശ്രമം പകുതി വരെ എത്തിയിട്ടുമുണ്ട്. മൂളലും ഞരങ്ങലും ഒക്കെയാണെങ്കിലും ശബ്ദവും കേട്ടു. മനസ്സിന് വല്ലാത്ത ആശ്വാസം തോന്നുന്നു. അവൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അച്ഛൻ പ്രതീക്ഷയിലാണ്. എന്നും രാവിലെ തീവ്രപരിചരണ വിഭാഗത്തിലെത്തി താൻ മകളെ കാണാറുണ്ടായിരുന്നു. മുമ്പിലെ പല്ലുകൾ ചിലത് അടർന്നുപോയിട്ടുണ്ട്. കവിളിൽ ചെവിയുടെ ഭാഗത്ത് നീലച്ചു കിടക്കുകയാണ്. കൈകളിലും കാലിലുമെല്ലാം പരിക്കുകളുണ്ട്. ചെറുതായ വേദനിച്ചാൽ പോലും വാവിട്ട് കരയുന്ന സ്വഭാവക്കാരിയായിരുന്നു. കുഞ്ഞ് സഹിച്ച വേദനയെക്കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്ത സങ്കടമായി. നെഞ്ചുപൊട്ടി മരിക്കുന്നുവെന്ന് വരെ തോന്നി. മറുനാടനോട് കുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഇന്ന് കുറച്ചും കൂടെ ഓരോ ദിവസം കുറേശ്ശെ വ്യത്യാസമുണ്ട്. ഇന്നിപ്പോ കണ്ണുറന്നിട്ടുണ്ട്. ഒരു ചെറിയ രീതിക്കൊന്ന് ചിരിക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. ഭാവമാറ്റം എങ്ങനെ? ഭാവമാറ്റം മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് വലിയൊരു വ്യത്യാസം അതിൽ കാണുന്നില്ല. പക്ഷെ ചിരിക്കാനായിട്ടുള്ളൊരു ഭാവം വരുന്നുണ്ട്. ചിരിക്കാനും പിന്നെ കരയാനായിട്ടൊക്കെ ഉള്ളൊരു ഭാവം വരുന്നുണ്ട്. കണ്ണ് തുറക്കുന്നുണ്ട്, നമ്മളെ നോക്കുന്നുണ്ട്. പിന്നെ അത് സ്ഥിരം കാണുന്ന കാർട്ടൂൺ വീഡിയോ ഇട്ട് കാണിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എണീറ്റിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുന്നുണ്ട്. 2 ദിവസം മുന്നേ വരെ ഇന്നലെയൊക്കെ ബിസ്ക്കറ്റും പാലുമാണ് കൊടുത്തോണ്ടിരുന്നത്. ഇന്ന് രാവിലെ അപ്പം കൊടുത്തു നോക്കി. ആ ഒരു അപ്പം ഫുള്ള് കഴിച്ചു. താങ്കളെ തിരിച്ചറിയുന്നുണ്ടോ? അതെനിക്ക് ശരിക്കും പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാരെയും നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നതിനനുസരിച്ച് ചിരിക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കുള്ളൊക്കെ വലിയ മാറ്റമാണ് കാണുന്നത് അല്ലേ? ഓരോ ദിവസം ഇത്രയും ദിവസം ഓരോ ദിവസം ഓരോരോ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. നമുക്കൊരു സന്തോഷമുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. വലിയൊരു പ്രതീക്ഷയാണ് അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് 100% പ്രതീക്ഷയാണ്. ഓക്കെ. കഴിഞ്ഞ ദിവസം അല്ലേ ഡോക്ടർമാർ പറഞ്ഞത് ഈ കുട്ടി എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ താമസിക്കുമായിരിക്കും എന്നൊക്കെ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു എന്ന് പറഞ്ഞു. അതെ. ഈ സംസാരിക്കാൻ ഇനി താമസം എടുക്കുമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ. അതിപ്പോഴും പറയുന്നുണ്ട്. നമുക്ക് നോക്കാമെന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. എന്തായാലും സൗണ്ട് ഒന്നും പുറത്ത് വരുന്നില്ല. ഈ കരയുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് മാത്രം വരുന്നുണ്ട്. കരയുന്ന സമയത്ത് പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പൊ ഡോക്ടർമാരെല്ലാം പറയുന്നത് അല്ലേ? നമുക്ക് പുരോഗതി പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. ഡോക്ടർമാര് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് 100% പ്രതീക്ഷ തന്നെയാണ്. പിന്നെ ഇത് കേസ് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞോ? ഈ ആന്റണിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു, മറ്റ് 2-3 പേർ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞോ? ഞാൻ അതിനെപ്പറ്റി ഇന്നലെ ഞാൻ സർക്കിളിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സർക്കിള് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചുകൊണ്ട് വന്നു. അവന്റെ അടുത്ത് ചോദിച്ചു. അവനല്ലാന്ന് പറഞ്ഞു. അവന്റെ പേര് തെളിവില്ല. അവനെ വിട്ടയച്ചു. അവനെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ, അതായത് കുഞ്ഞിന്റെ അമ്മയുടെ ചേച്ചി, ഇവരെല്ലാം വിട്ടെന്നാണ് പോലീസ് പറയുന്നത്. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും തിരക്കിയില്ല. ഇത്രയും ഇതായിട്ട് കിടക്കുന്ന കുഞ്ഞിനെ ഈ കണ്ടീഷനിലാക്കിയ ആളിനെ കൊണ്ടുവന്ന് അവന് തെളിവില്ല വിട്ടു. ഞാൻ ആരെയും കുറ്റവും പറയുന്നില്ല. പോലീസിന് ആരെയും കുറ്റവും പറയുന്നില്ല. തെളിവില്ലായിരിക്കാം, എന്തോ ചെയ്യാനാ. എന്താണ് ഭാവി പരിപാടി? എന്താണ് ഈ കുട്ടീനെ ചൈൽഡ് ലൈനിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കുട്ടീനെ വിട്ടുകിട്ടെന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞത്? ചൈൽഡ് ലൈനിൽ അപേക്ഷ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ PWC ആണ് ഏറ്റെടുക്കുന്നത് കുഞ്ഞിനെ. ഏറ്റെടുത്ത് കഴിഞ്ഞ് എന്നിട്ട് വേണം നമ്മൾ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുത്തിട്ട് എനിക്ക് എൻക്വയറി എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എനിക്ക് വിട്ടുതരാം. അങ്ങനെയാണ് അതിന്റെ രീതി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇപ്പൊ എത്ര നാൾ ചികിത്സ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡോക്ടർമാർ പറയുന്നുണ്ടോ? ഡോക്ടർ ഇന്നലെ മെനിയാന്ന് പറഞ്ഞെന്നാൽ 3 മാസം ചികിത്സ ഇതേപോലെ കൊടുക്കണം എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. 3 മാസത്തേക്ക് ഇത്തരത്തിലുള്ള ചികിത്സ തുടരണം, അതാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. അതെ. അപ്പൊ അതിന് ഈ താങ്കളുടെ സാമ്പത്തിക ശേഷി മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാ, അവിടുത്തെ ചെലവുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഹോസ്പിറ്റലിലെ? ഇപ്പൊ ഹോസ്പിറ്റലിലെ ബില്ല് ഞാൻ തന്നെയാണ് അടയ്ക്കുന്നത്. ഇപ്പൊ ഏതാ ചാനലിൽ പറയുന്നിട്ട് ഹോസ്പിറ്റലാണെന്ന് പറയുന്നിട്ട് അത് തെറ്റാണ്. ഞാൻ തന്നെയാണ് അടയ്ക്കുന്നത്. ഞാൻ ഇന്നലെ രാവിലെ ബില്ലടച്ചതാണ്. ബില്ലടച്ചിട്ടുണ്ട്. ബില്ലടച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞതിന് ഈ ചാനലിൽ വന്നതിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത്. ചാനലിൽ ഹോസ്പിറ്റലാണ് ചികിത്സ നോക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ എനിക്കൊരാൾ അയച്ചെന്ന് ഞാൻ കാണുകയും ചെയ്തായിരുന്നു. അത് തെറ്റാണ്. അതിനുശേഷം എനിക്ക് ബില്ല് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ അടച്ചിട്ടുമുണ്ട്. ഇന്നത്തെ ബില്ല് ആയിട്ടില്ല. ഓരോ ദിവസം ഏകദേശം എത്ര രൂപ വെച്ച് ചെലവ് വരുന്നുണ്ട് ആശുപത്രിയിൽ? നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാ?
അത് ഫസ്റ്റ് 55,000 ഒരു ദിവസം 55,000 ആയിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നിപ്പോ ബില്ല് തന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ബില്ലായിരിക്കത്തില്ല, ചിലപ്പോ ഇന്നലത്തെ ബില്ലായിരിക്കും. ഇന്നത്തെ ബില്ല് ചിലപ്പോ നാളെ ആയിരിക്കും വരുന്നത്, അങ്ങനെയാണ് വരുന്നത്. അത് കറക്റ്റ് എനിക്ക് അറിയാൻ വയ്യ അത്. ഓക്കെ ഓക്കെ. അപ്പൊ ചികിത്സയ്ക്ക് ആവശ്യമായ ഫണ്ടൊക്കെ താങ്കളുടെ അടുത്തുണ്ടോ, അതോ ഇനി ആരെങ്കിലും ഒക്കെ സഹായിക്കേണ്ടതുണ്ടോ, എങ്ങനെയൊക്കെ ഒരു അവസ്ഥ? അല്ല ഞാൻ ചികിത്സയുടെ ഫുള്ള് ഇതും ഞാൻ ഏറ്റെടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആരുടെയും സഹായങ്ങളോ സൗജന്യങ്ങളോ പ്രതീക്ഷിക്കുന്നില്ല? ഇല്ല. അതിന്റെ ആവശ്യമില്ലെന്നാണോ താങ്കൾ പറയുന്നത്, എങ്ങനെയാണോ? ആവശ്യമില്ലെന്നല്ല, ഞാൻ അങ്ങനെ ഒരു ഇത് ചെയ്യുന്നില്ല. എന്റെ കുഞ്ഞല്ലേ, ഞാൻ എന്ത് ചെയ്താലും കുഞ്ഞിനെ ഞാൻ ചികിത്സിക്കും. ഓക്കെ ഓക്കെ. ഏതായാലും ശുഭപ്രതീക്ഷയാണ് നമുക്കിപ്പോ ഇന്നത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? സാറ് ഓരോ ദിവസത്തതും വെച്ചിട്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അവള് സംസാരിക്കും, എണീറ്റ് നടക്കും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. ഓരോ ദിവസവും അതിന്റെ ഒരു രീതി കാണിക്കുന്നുണ്ട്. ഇന്നലെ ഒരു കാൽഭാഗമാണ് ചിരി വന്നെങ്കിൽ ഇന്നൊരു അരഭാഗത്തോളം ചിരിച്ചിട്ടുണ്ട്.